ഇലക്ഷൻ ബസ് യാത്രയിൽ ഇപ്പോഴത്തെ അതിഥി MK മുനീറാണ്. ഇലക്ഷൻ ബസ്സിൽ നമുക്കിന്ന് ഇപ്പോൾ ഒരു പ്രത്യേക അതിഥിയുണ്ട്, ഡോക്ടർ MK മുനീർ. നമ്മൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഒരു കോമൺ കണക്ഷൻ ഉണ്ട്. മൂന്നുപേരെയും സംബന്ധിച്ച് ഒരു കോമൺ കണക്ഷൻ ഉണ്ട്. അത് ഞങ്ങൾ മൂന്നുപേരും ഇന്ത്യ വിഷൻകാരായിരുന്നു ഒരു കാലത്ത് എന്നുള്ളതാണ്. വളരെ സന്തോഷം സർ, കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോഗ്യമൊക്കെ മോശമായി, പക്ഷെ ഇപ്പോൾ ഉഷാറായിട്ട് ഇതാ പ്രചാരണ രംഗത്തൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാലം? കാലാവസ്ഥയായാലും അതുപോലെ തന്നെ പ്രചരണമായാലും ചൂട് പിടിച്ചു വരികയാണ്. 10 ദിവസം കൊണ്ട് ഈ പ്രചരണം അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കണം. അപ്പോൾ വളരെ ചെറിയ സമയമേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ലഭിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ചെറിയ പരിമിതിയുണ്ട്. എങ്കിലും എല്ലാവർക്കും അത് ഒരുപോലെ ആയതുകൊണ്ട് ഉള്ള സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മത്സരിക്കാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തവണ നേതാവ് എന്നുള്ള നിലയിലാണ്. അത് ഈ മത്സരം മിസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് നമ്മൾ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു, പിന്നെ ജനപ്രതിനിധിയാകുന്നു. അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി വെല്ലുവിളി ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ ഓടണം. CPM അതിനെ കാണുന്നത് വേറെ ചില സിദ്ധാന്തങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് MK മുനീറിനെ മത്സരിപ്പിക്കാത്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കാരണമൊന്നും അല്ലെന്നാണ് എളമരം കാര്യം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിന് അവരുടെ ഒരു മെഗാഫോണായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഞങ്ങളുടെ നേതാവ് സാദിഖ് അലി തങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള പൂർണ്ണാധികാരവും അവകാശവും ശക്തിയും ശേഷിയും ഉണ്ട്. സൈദ്ധാന്തികമായി ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും 2 ധ്രുവങ്ങളിലാണ്. കാരണം ആ 2 സിദ്ധാന്തവും ഒരുമിച്ച് പോകുന്നതല്ല. അത് ആ നിലപാടിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ വ്യക്തികളെ ഒരിക്കലും മോശമായി പറഞ്ഞിട്ടില്ല. നമ്മൾ അവരുടെ ഐഡിയോളജി അത് നമ്മളുമായി ചേർന്ന് പോകുന്നതല്ല എന്നുള്ളതാണ്